ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക് ടു കെമിസ്ട്രി ടിപ്സ്. നമ്മുടെ ഇന്നത്തെ വീഡിയോ മൈക്രോബയോളജിസ്റ്റ് എക്സാമുമായി റിലേറ്റ് ചെയ്തതാണ്. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ടോപ്പിക്സ് ഒക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യണം. അതിലേറ്റവും പ്രധാനപ്പെട്ട ടോപ്പിക്കിൽ ഒരെണ്ണമാണ് ബെനിഫിഷ്യൽ ആൻഡ് ഹാംഫുൾ മൈക്രോബ്സിനെ കുറിച്ചാണ്. നമുക്കറിയാം പല മൈക്രോബ്സ് നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ നമുക്ക് ഹാംഫുൾ ആയിട്ടുള്ളതുണ്ട്. ഹാംഫുൾ ആയിട്ട് നമുക്കറിയാം പലതരം അസുഖങ്ങൾ, ഫുഡ് ബോൺ ഡിസീസ്, എയർ ബോൺ ഡിസീസ്, വാട്ടർ ബോൺ ഡിസീസ്, അങ്ങനെ കുറേ അസുഖങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷേ ബെനിഫിഷ്യൽ ആയിട്ടുള്ള ആളുകൾ കൂടി നമ്മുടെ കൂട്ടത്തിലുണ്ട്. മനസ്സിലായോ? നമ്മുടെ ഈ മൈക്രോബ്സിൻ്റെ കൂട്ടത്തിൽ ആരാളുള്ളത്? ബെനിഫിഷ്യൽ ആയിട്ടുള്ളത്. അവരെ കുറിച്ച് കൂടിയാണ് നമ്മളിവിടെ പറയുന്നത്. ഇപ്പോൾ ഇവിടെ ചില മൈക്രോ ഓർഗാനിസത്തിനെ നിങ്ങൾക്ക് കാണാം. എസ്റ്ററീഷ്യ കൊളൈ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒരു പിക്ചർ നിങ്ങൾ ഗൂഗിളിൽ പലപ്പോഴായിട്ട് കണ്ടിട്ടുണ്ടെങ്കിലും ഇത് നമ്മുടെ ഈക്കോളൈ ആണെന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ടാവില്ല അല്ലേ? പല രീതിയിൽ പല എക്സാമ്പിളിൽ നമ്മൾ പഠിക്കുന്ന ഒന്നാണ് നമ്മുടെ ഈക്കോളൈ എന്ന് പറയുന്നത്. ഓക്കെ, അതേപോലെ വരുന്ന ആളാണ് നമ്മുടെ സെക്കാരോമൈസിസ് സെർവീസിയ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബേക്കേഴ്സ് ഈസ്റ്റ് എന്നൊക്കെ അറിയപ്പെടുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു മൈക്രോ ഓർഗാനിസമാണ് സെക്കാരോമൈസിസ് സെർവീസിയ. അതുപോലെ തന്നെ നമ്മുടെ ലോക്കോണോസ്റ്റോക്ക് മെസൻഡറോയിഡ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയം ഉണ്ടാവും. നമ്മുടെ ദോശമാവ്, ഇഡ്ലി മാവ് പുളിപ്പിക്കാനായിട്ട്, ഫെർമെൻറ്റ് ചെയ്യാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ആളാണ് ഈ ലോക്കോണോസ്റ്റോക്ക്. അപ്പോൾ ഇവരൊക്കെ ഒന്ന് പരിചയപ്പെട്ടോളൂ. ഇനി നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യൻസിലോട്ട് പോവാം. ഓക്കെ ഗായ്സ്, അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Which microorganism is commonly used in the fermentation of bread? ബ്രെഡിൻ്റെ ഫെർമെൻറ്റേഷനിൽ ഏത് മൈക്രോ ഓർഗാനിസം ആണ് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത്? ഓപ്ഷൻസ് ഉണ്ട്. ലാക്ടോബാസില്ലസ്, സെക്കാരോമൈസിസ് സെറിവീസിയ, റൈസോബിയം, ദെൻ ക്ലോസ്ട്രിഡിയം ബോട്ടുലിനം. അപ്പം നമ്മുടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, സെക്കാരോമൈസിസ് സെറിവീസിയ. എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫെർമെൻറ്റേഷൻ ഓഫ് ബ്രെഡിന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നതാണ്. ബേക്കേഴ്സ് ഈസ്റ്റ് എന്ന പേരിൽ അറിയപ്പെടുന്നതാണ്. പിന്നെ നമുക്ക് ബേക്കേഴ്സ് ഈസ്റ്റ് ഞാൻ പഠിക്കാൻ ഒരു എളുപ്പം പറഞ്ഞു കൊടുത്തിരുന്നു. എന്താണ്? സത്താറിൻ്റെ ബേക്കറിയിലുള്ളതാണെന്ന് അല്ലേ? ബേക്കേഴ്സ് ഈസ്റ്റ് എന്ന അറിയപ്പെടുന്ന ആരാണ്? സെക്കാരോ എന്ന് പറയുമ്പോൾ സത്താർ എന്ന് ഓർത്താൽ മതി കേട്ടോ. സത്താറിൻ്റെ ബേക്കറിയിലെ ബേക്കേഴ്സ് ഈസ്റ്റ്. കാരണം എന്താ? ബ്രെഡിൻ്റെ ഫെർമെൻറ്റേഷനൊക്കെ വേണ്ടിയിട്ട് ഈ ബ്രെഡൊക്കെ എവിടെ? ബേക്കറിയിലല്ലേ ഉണ്ടാക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഓർത്ത് വെച്ചാൽ മതി. ഫെർമെൻറ്റേഷൻ ഓഫ് ബ്രെഡുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ആളാണ് ബേക്കേഴ്സ് ഈസ്റ്റ്. ആരാണത്? സെക്കാരോമൈസിസ് സെറിവീസിയ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പം തന്നെ പഠിച്ചില്ലേ? അപ്പം ഇത് FSOയുടെ എക്സാമിന് പല തവണ ചോദിച്ചിട്ടുള്ളതാണ്. പല മൈക്രോബയോളജിസ്റ്റ് എക്സാമിനും വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ശ്രദ്ധിച്ചോളൂ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് മൈക്രോബ്സ് ഈസ് യൂസ്ഡ് ഇൻ ബയോറെമഡിയേഷൻ? ബയോറെമഡിയേഷനിൽ ഏത് മൈക്രോബ്സ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? അപ്പോൾ ഏതാണ്? എസ്റ്ററീഷ്യ കൊളൈ കണ്ടല്ലോ, പിക്ചർ കണ്ടല്ലോ. നെക്സ്റ്റ് വൺ സ്യൂഡോമോണാസ് പ്യൂറ്റിഡ, ഹെലിക്കോബാക്ടർ പൈലോറി, ക്ലോസ്ട്രിഡിയം ടെറ്റനി. ഇവരൊക്കെ നമുക്ക് പരിചയമുണ്ട് അല്ലേ? പേര് കേട്ടാൽ തന്നെ അറിയാം. പക്ഷേ ഇവിടെ ബയോ റെമഡിയേഷനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ഏത് മൈക്രോബിനെയാണ് യൂസ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ കറക്റ്റ് ആൻസർ ഏതാ അറിയോ? സ്യൂഡോമോണാസ് പ്യൂറ്റിഡ ആണ്. സ്യൂഡോമോണാസ് പ്യൂറ്റിഡ. ഈ ലിവിങ് ഓർഗാനിസത്തിന് എന്ന് പറയുമ്പോൾ ബാക്ടീരിയ ആയിക്കോട്ടെ, ഫംഗൈ ആയിക്കോട്ടെ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ എൻവയോൺമെൻറ്റിന് വേണ്ടി യൂസ് ചെയ്യുക. അതാണ് ഈ ബയോ റെമഡിയേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ളൊരു പർപ്പസിന് വേണ്ടിയിട്ട് ഏത് മൈക്രോബ്സ് ആണ് വരുന്നത്? സ്യൂഡോമോണാസ് പ്യൂറ്റിഡ എന്ന് പറയുന്നതാണ് നമ്മൾ ബയോ റെമഡിയേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. സ്യൂഡോമോണാസ് പ്യൂറ്റിഡ. ഇപ്പോൾ തന്നെ പഠിക്കുക കേട്ടോ, എടുത്തു വെക്കരുത്. മൈക്രോബ്സ് യൂസ്ഡ് ഇൻ ബയോ റെമഡിയേഷൻ ഏതാണ്? സ്യൂഡോമോണാസ് പ്യൂറ്റിഡ. ചിലപ്പോൾ സ്യൂഡോമോണാസ് മാത്രം തരാം കേട്ടോ. അപ്പോൾ സ്യൂഡോമോണാസ് ആണ് ബയോ റെമഡിയേഷന് വേണ്ടി യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ ബെനിഫിഷ്യൽ റോൾ ഓഫ് മൈക്രോബ്സ്? ഓപ്ഷൻസ്: കോസിംഗ് ഡിസീസ്, സ്പോയിലിംഗ് ഫുഡ്, നൈട്രജൻ ഫിക്സേഷൻ, പ്രൊഡ്യൂസിങ് ടോക്സിൻസ്. ഈസി ആയിട്ട് നിങ്ങൾക്ക് പറയാവുന്ന ആൻസറാണ്. ഇവിടെ ബെനിഫിഷ്യൽ റോൾ എന്ന് പറയുന്നത് നമ്മുടെ നൈട്രജൻ ഫിക്സേഷൻ ആണ് കേട്ടോ. ഇപ്പോൾ ഡീനൈട്രിഫിക്കേഷൻ, നൈട്രജൻ ഫിക്സേഷൻ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കൺഫ്യൂസിങ് ആയിട്ട് വരുന്നുണ്ട്. അതൊക്കെ കറക്റ്റായിട്ട് മനസ്സിലാക്കുക. ഇവിടെ നൈട്രജൻ ഫിക്സേഷനിലാണ് ബെനിഫിഷ്യൽ റോൾ ഓഫ് മൈക്രോബ്സ് പറയുന്നത്. അസുഖങ്ങൾ ഉണ്ടാക്കുക അല്ലല്ലോ, ഒരു നെഗറ്റീവ് ഇഫക്റ്റ് ആണ്, ബെനിഫിഷ്യൽ അല്ല അല്ലേ? അതുപോലെ സ്പോയിലേജ്, പ്രൊഡ്യൂസിങ് ടോക്സിൻസ്, അതൊക്കെ എന്താണ്? ബെനിഫിഷ്യൽ അല്ല, ഹാംഫുൾ ആയിട്ടുള്ളതാണ്. നൈട്രജൻ ഫിക്സേഷനാണ് നമുക്ക് ബെനിഫിഷ്യൽ ആയിട്ടുള്ളത്. നെക്സ്റ്റ് വൺ, പ്രോബയോട്ടിക്സ് കണ്ടെയ്ൻ വിച്ച് ടൈപ്പ് ഓഫ് മൈക്രോബ്സ്?
ഓപ്ഷൻസ് പാത്തോജനിക് ബാക്ടീരിയ, ബെനിഫിഷ്യൽ ബാക്ടീരിയ, വൈറസസ്, ഫംഗൈ. അപ്പോൾ പ്രോബയോട്ടിക്സ് എന്താണ്? പ്രോബയോട്ടിക്സ് എന്ന് അറിയണം. ഇതിൽ എന്തൊക്കെ ടൈപ്പ് മൈക്രോബ്സ് ആണ് ഉള്ളത് എന്നാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. പ്രോബയോട്ടിക്സിൽ മെയിനായിട്ട് ബെനിഫിഷ്യൽ ബാക്ടീരിയാസ് ആണുള്ളത് കേട്ടോ. പ്രോബയോട്ടിക്സ് ഉണ്ട്, അതേപോലെ പ്രീബയോട്ടിക്സ് ഉണ്ട്, അതൊക്കെ മനസ്സിലാക്കി വെക്കുക കേട്ടോ. ബെനിഫിഷ്യൽ ബാക്ടീരിയാസ് ആണ്. അപ്പോൾ കൂടുതലായിട്ട് ഞാൻ അതിനെക്കുറിച്ച് പറയാത്തത്, ഒത്തിരി ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യേണ്ടതുണ്ട്, അപ്പോൾ ടൈം കളയണ്ടെന്ന് കരുതിയിട്ടാണ്. അപ്പോൾ പ്രോബയോട്ടിക്സ് എന്താണ്, പ്രീബയോട്ടിക്സ് എന്താണ്, അത് എന്ത് തരം മൈക്രോബ്സ് ആണ് പ്രോബയോട്ടിക്സിൽ വരുന്നത്? ബെനിഫിഷ്യൽ ആയിട്ടുള്ള, നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ബാക്ടീരിയാസ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് മൈക്രോ ഓർഗാനിസം ഈസ് നോൺ ഫോർ പ്രൊഡ്യൂസിങ് ദ ആൻറ്റിബയോട്ടിക് സ്ട്രെപ്റ്റോമൈസിൻ? ഏത് ഓർഗാനിസമാണ് നോൺ ഫോർ പ്രൊഡ്യൂസിങ് ദ ആൻറ്റിബയോട്ടിക് സ്ട്രെപ്റ്റോമൈസിൻ? അല്ലേ, ആൻറ്റിബയോട്ടിക് ആയിട്ടുള്ള സ്ട്രെപ്റ്റോമൈസിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് അറിയപ്പെടുന്നത് ഏത് മൈക്രോ ഓർഗാനിസമാണ്? നമുക്ക് വളരെ ഈസി ആയിട്ട് അറിയാം. ഓപ്ഷൻസ് എന്താണ്? സ്ട്രെപ്റ്റോമൈസിസ് ഗ്രീഷ്യസ്, പെനിസിലിയം ക്രൈസോജിനം, ആസ്പെർജില്ലസ് നിക്കർ, ക്ലോസ്ട്രിഡിയം ടെറ്റനി. അപ്പോൾ ഇവിടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് പേരിൽ തന്നെ ഉണ്ട്. സ്ട്രെപ്റ്റോമൈസിൻ എന്ന് പറയുമ്പോൾ സ്ട്രെപ്റ്റോമൈസിസ് ഗ്രീസിയസ് ആണ് ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത്. അപ്പോൾ കാണാതെ പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എന്താണ്? ആൻറ്റിബയോട്ടിക് സ്ട്രെപ്റ്റോമൈസിൻ പ്രൊഡ്യൂസ് ചെയ്യാൻ ആരാണ്? സ്ട്രെപ്റ്റോമൈസിസ് ഗ്രീസിയസ് ആണ്. ഓപ്ഷൻ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. വിച്ച് ഓഫ് ദ ഫോളോയിങ് മൈക്രോബ് ഈസ് ഹാംഫുൾ ആൻഡ് കോസസ് ബോട്ടുലിസം? ഹാംഫുൾ ആണ്, അതുപോലെ തന്നെ ബോട്ടുലിസത്തിന് കാരണമായിട്ടുള്ളത് ഏത് മൈക്രോബ്സ് ആണ്? ഇപ്പോൾ ഇത്ര നേരം നമ്മൾ ബെനിഫിഷ്യലിൻ്റെ കാര്യമൊക്കെ പറഞ്ഞു, ഇപ്പോൾ ഹാംഫുൾ ആയിട്ടുള്ളതിൻ്റെ കാര്യമാണ് പറയുന്നത്. ഓപ്ഷൻസ് എന്താണ്? ക്ലോസ്ട്രിഡിയം ബോട്ടുലിനം, ബാസില്ലസ് സബ്റ്റിലിസ്, റൈസോബിയം, സെക്കാറോമൈസിസ് സെറിവീസിയം. അപ്പോൾ ഇങ്ങനെ നമ്മളങ്ങ് പരിചയപ്പെട്ടതാണ്. അപ്പോൾ ഇതല്ല അല്ലേ. പിന്നെ ആരായിരിക്കും നമ്മുടെ ആൻസർ? പേരിൽ തന്നെ ഇരിക്കുന്നുണ്ട്. എന്താണ്? ബോട്ടുലിസം. ആരായിരിക്കും? ക്ലോസ്ട്രിഡിയം ബോട്ടുലിനം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആളാണ് കേട്ടോ. ക്ലോസ്ട്രിഡിയം ബോട്ടുലിനം പേരിലറിയാം. എന്താണ്? ബോട്ടുലിസം ആരാണ് ഉണ്ടാക്കുന്നത്? ക്ലോസ്ട്രിഡിയം ബോട്ടുലിനം. നെക്സ്റ്റ് വൺ, ദ ബാക്ടീരിയം യൂസ്ഡ് ഇൻ ദ പ്രൊഡക്ഷൻ ഓഫ് വിനേഗർ. വിനേഗർ നമ്മൾ എല്ലാവർക്കും അറിയാവുന്ന സംഭവമാണ് അല്ലേ. ബെനിഫിഷ്യലുമായിട്ട് റിലേറ്റഡ് ആയിട്ട് വന്നിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ദ ബാക്ടീരിയം യൂസ്ഡ് ഇൻ ദ പ്രൊഡക്ഷൻ ഓഫ് വിനേഗർ. വിനേഗറിൻ്റെ പ്രൊഡക്ഷൻ ആരാ വരുന്നത്? ഓപ്ഷൻസ് നോക്കാം. അസിറ്റോബാക്ടർ അസറ്റി, ലാക്ടോബാസില്ലസ് ലാക്ടീസ്, സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയ, ക്ലോസ്ട്രിഡിയം ബോട്ടുലിനം. ഏതായിരിക്കും? നിങ്ങൾക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അസറ്റിക് ആസിഡ് ആണ് നമ്മുടെ വിനെഗറിനകത്ത് വരുന്നത് അല്ലേ. അപ്പോൾ അസറ്റോബാക്ടർ അസറ്റി ആണ് നമ്മുടെ ബാക്ടീരിയം എന്ന് പറയുന്നത്. അസറ്റോബാക്ടർ, കാരണം എന്താ? വിനേഗർ അസറ്റിക് ആസിഡ് ആണ്. സോ അസറ്റോബാക്ടർ അസറ്റി. അപ്പോൾ പലതും നമ്മൾ കാണാതെ പഠിക്കേണ്ട, പലതും ഓരോ ട്രിക്ക് യൂസ് ചെയ്ത് പഠിക്കാനായിട്ട് ശ്രമിക്കുക. Which bacteria are involved in the nitrogen cycle by converting nitrogen gas into ammonia? ഏത് ബാക്ടീരിയയാണ് നൈട്രജൻ സൈക്കിളിൽ വന്നിരിക്കുന്നത്? എന്താ അതിൻ്റെ ഫങ്ഷൻ? നൈട്രജൻ ഗ്യാസിനെ അമോണിയ ആക്കി മാറ്റണം. നൈട്രജൻ ഗ്യാസിനെ ആരാണ് അമോണിയ ആക്കി മാറ്റുന്നത്? ഓപ്ഷൻസ് നൈട്രോസോമോണാസ്, റൈസോബിയം, സ്യൂഡോമോണാസ്, അസിറ്റോബാക്ടർ. കറക്റ്റ് ആൻസർ ഏതാണ്? റൈസോബിയം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, പലതവണ ചോദിച്ചിട്ടുണ്ട്. നൈട്രജൻ ഗ്യാസിനെ അമോണിയ ആക്കി മാറ്റുന്നത് ആരാണ്? റൈസോബിയം ആണ് ഇൻ നൈട്രജൻ സൈക്കിൾ. മറക്കാതെ പഠിച്ചോളൂ, റൈസോബിയം ആണ്. ഏതാണ് പ്രോസസ്സ്? എന്താണ്? നൈട്രജൻ സർക്കിൾ. ഫംഗ്ഷൻ എന്താണ്? നൈട്രജൻ ഗ്യാസ് ഇൻ ടു അമോണിയ. തിരിച്ചു മറിച്ചും ഒക്കെ ചോദിക്കാം. ആരാണ്? റൈസോബിയം. ഒരു കാലത്തും മറക്കരുത് റൈസോബിയത്തിന് കേട്ടോ. Next question, the fungus responsible for the production of citric acid in industries. Options: Aspergillus niger, Penicillium notatum, Rhizopus stolonifer, Saccharomyces cerevisiae. ഇവിടെ എന്താ ചോദിച്ചിരിക്കുന്നത്? ഫംഗസ് റെസ്പോൺസിബിൾ ഫോർ ദ പ്രൊഡക്ഷൻ ഓഫ് സിട്രിക് ആസിഡ്. അപ്പോൾ ബെനിഫിഷ്യൽ ആണ് ഇവിടെ പറയുന്നത് അല്ലേ. പ്രൊഡക്ഷൻ ഓഫ് സിട്രിക് ആസിഡ് ആണ് ഇൻ ഇൻഡസ്ട്രി. ഇൻഡസ്ട്രിയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നതാണ് പ്രൊഡക്ഷൻ. അപ്പോൾ അതിന് ഏത് ഫംഗസ് ആണ് ഹെൽപ്പ് ചെയ്യുന്നത്? ആസ്പെർജില്ലസ് നിഗർ. ഇവിടെ സിട്രിക് ആസിഡ് ആണ്. സിട്രിക് ആസിഡിൻ്റെ പ്രൊഡക്ഷന് വേണ്ടി ഉപയോഗിക്കുന്ന ഏതാണ്? ആസ്പെർജില്ലസ് നിഗർ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ആസ്പെർജില്ലസ് സിട്രിക് ആസിഡ്. ആസ്പെർജില്ലസ് സിട്രിക് ആസിഡ് എന്ന് ഓർത്ത് വയ്ക്കുക. ആസ്പെർജില്ലസ് സിട്രിക് ആസിഡ് പ്രൊഡക്ഷൻ. ഓക്കെ, മറക്കരുത് കേട്ടോ. നെക്സ്റ്റ് വൺ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ ഹാർംഫുൾ ഇഫക്റ്റ് ഓഫ് മൈക്രോബ്? ഓപ്ഷൻസ്: ഡികമ്പോസിഷൻ ഓഫ് ഓർഗാനിക് മാറ്റർ, പ്രൊഡക്ഷൻ ഓഫ് ആൻറ്റിബയോട്ടിക്, കോസിംഗ് ഫുഡ് പോയ്സണിങ്, നൈട്രജൻ ഫിക്സേഷൻ.
ഇവിടെ എന്താ ചോദിച്ചിരിക്കുന്നത്? ഹാംഫുൾ ഇഫക്റ്റ് ഓഫ് മൈക്രോബാണ്. ഇപ്പോൾ ഈ തന്നിരിക്കുന്നതിൽ ഹാംഫുൾ ഇഫക്റ്റ് ഏതായിരിക്കും? ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഫുഡ് പോയ്സണിങ് ആണ്. അപ്പോൾ ഡിക്കമ്പോസിഷൻ ഉണ്ട്, ഓർഗാനിക് മാറ്റർ, അത് നമ്മുടെ ബയോ റെമഡിയേഷൻ്റെ ഭാഗമൊക്കെ ആയിട്ട് വരുന്നതാണ്. പ്രൊഡക്ഷൻ ഓഫ് ആൻറ്റിബയോട്ടിക്, അത് ബെനിഫിഷ്യൽ അല്ലേ. നൈട്രജൻ ഫിക്സേഷൻ വളരെ നല്ല കാര്യമാണ്. അപ്പോൾ ഫുഡ് പോയ്സണിങ് ഉണ്ടാക്കുന്നതിൽ വളരെ മുമ്പിൽ നിൽക്കുന്ന ആൾക്കാരാണ് ഈ മൈക്രോബ്സ്. ഇതാണ് നമ്മുടെ ഹാംഫുൾ ഇഫക്റ്റ് എന്ന് പറഞ്ഞത്. അപ്പോൾ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇനി പെട്ടെന്ന് തന്നെ നെക്സ്റ്റ് ടോപ്പിക്ക് നമുക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ എല്ലാവരും അടിപൊളിയായിട്ട് പഠിക്കാനായിട്ട് റെഡി ആയിക്കോളൂ. ഉടനെ തന്നെ പുതിയ വീഡിയോ ഇടും. ഓക്കെ, താങ്ക് യു. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ.